ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് വാട്ടിയത്, ഫ്രൈ ആക്കിയത്, പുളിസൈ മറിച്ചിട്ടപ്പോൾ പുളിസൈ അടുതായി. ആ പുളിസൈ പിന്നെ നമ്മളെ താരം ഓട്സുമാണ് കേട്ടോ. ഓട്സ് കഞ്ഞി പോലെ ഉണ്ടാക്കിക്കണത്. നമ്മൾ പാലും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ടോ. ഹെൽത്തായിട്ടുള്ള പ്രോട്ടീൻ റിച്ചാണ് നമ്മളിന്ന്. വിറ്റാമിൻ പ്രോട്ടീനായിട്ടുള്ള ഓട്സിൽ ധാരാളം പ്രോട്ടീനുണ്ട്, ഫൈബറുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ഹെൽത്തി ഫുഡ് കഴിക്കാനാണ് നമ്മൾ തീരുമാനിച്ച്. പുളിസൈ വല്യമ്മക്കാണ് കൊഴിക്കാൻ കണ്ടിരിക്കണം. വല്യമ്മക്ക് കാൽഷ്യം കുറവുണ്ട്, എനിക്കും കാൽഷ്യം കുറവൊക്കെ തന്നെ. ഇന്നലെ ഞാൻ ഒരു നേന്ത്രപ്പഴം പുഴുങ്ങി, പിന്നെ വല്യമ്മക്ക് ചോറ് കുറേ ഗുളിക കുടിക്കാനുള്ളതുകൊണ്ട് വല്യമ്മ പ്രഷറിൻ്റെ ഗുളിക കുടിക്കാമല്ലോ അല്ലേ. അപ്പോൾ ഭക്ഷണം തന്നെ, അരി ഭക്ഷണം തന്നെ കഴിക്കണം, ഷുഗറൊന്നുമില്ലല്ലോ വല്യമ്മക്ക്. അപ്പോൾ വല്യമ്മക്കുള്ള പഴം വാട്ടിയത്. വല്യമ്മക്ക് ഓട്സൊന്നും എല്ലാം ഇഷ്ടമില്ല. വല്യമ്മക്ക് ന്യൂഡിൽസൊക്കെ ഇഷ്ടമാണ്, അത് ഇഷ്ടമുള്ളത്. അപ്പോൾ പുളിസൈ വല്യമ്മക്ക് പഴം വാട്ടി, നെയ്യ് വാട്ടിയത്, കുറച്ച് നെയ്യും പിന്നെ സൺഫ്ലവറും കൂടെ ചേർത്തിട്ടില്ല. പിന്നെ ഓട്സ് വേണമെങ്കിൽ ഓട്സും കഴിക്കാം. പുളിസൈ വല്യമ്മ അവിടെ ഓതുകയാണ്. അപ്പോൾ വല്യമ്മ വന്നിട്ട് കഴിക്കോട്ടെ. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല വിശക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പാൽപ്പൊടിയാണ് ഈ കട്ട പിടിച്ച് കിടക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് കലക്കി പാരാതെ, ഭയങ്കരമായിട്ട് ചൂടുണ്ട്. ഒരു നോർമൽ ചൂടിൽ കുടിക്കണം. ഇതിൽ ഏലക്ക ഒന്നും ഇട്ടിട്ടില്ല, ഏലക്ക കഴിഞ്ഞിക്കണം, വെറും ഏലക്ക മാത്രം. പിന്നെ കാഷ്യൂനട്ട് ഒന്നും വറുത്തിട്ടില്ല. നമ്മൾ നാച്ചുറലായിട്ടുള്ള ഇതാണ് കേട്ടോ. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കത് ഹെൽത്ത് ഇതാവും. നമ്മുടെ ഹെൽത്ത് ഫുഡാണ് ഇപ്പോൾ നമ്മൾ കഴിക്കാൻ പോണത്. അധികം നെയ്യും യൂസ് ചെയ്യണതൊന്നും നമുക്കത്ര ഇഷ്ടമല്ല കേട്ടോ. ഒരു നോർമൽ കണ്ടീഷനിൽ കഴിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കൂടുതലായിട്ട് ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. പക്ഷേ ഞാനൊക്കെ ഒരു മന്തിക്കടയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു ക്വാണ്ടിറ്റി, ഒരു ബൗളാണ് അവർ ഭക്ഷണമൊക്കെ തരിക. പക്ഷേ പകുതി ഞാൻ വീട്ടിലേക്ക് പാർസൽ കൊണ്ടുവരലാണ്. ആർക്കും അത് അത്ര തിന്നാൻ കഴിയില്ല. ഹാഫ് ബിരിയാണിയെ കഴിക്കാറുള്ളൂ കേട്ടോ. ഇന്ന് രാവിലത്തെ ചായക്കടി ഇതൊക്കെ തന്നെയാണ് വിഭവം. നിങ്ങൾ വടിച്ച് വാരി കഴിച്ചിട്ടാണ് ഈ തടിയെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മക്കളെ, അതൊന്നും കൊണ്ടല്ല. ഞാൻ അധികം വെള്ളം കുടിച്ച് എൻ്റെ ശരീരം കൂടുതൽ വെള്ളം കൊണ്ട് സൃഷ്ടിച്ചിരിക്കണം, രക്തം കൊണ്ടല്ല. അപ്പം നമ്മളിത് കുടിക്കാൻ പോവുകയാണ്. ഭയങ്കര ചൂടൊക്കെ ആകട്ടെ, അണ്ണാക്ക് പൊള്ളാണ്ട. അപ്പം നമ്മൾ വാക്കത്തിനൊക്കെ കുടിക്കാൻ അത് കാച്ചിക്കുറുക്കി വെച്ച പാലാണോ കാജനവനയിലെ തേനാണോ എന്ന് പറഞ്ഞ മാതിരി ഇതിങ്ങനെ കുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫോളോവർ വിളിച്ചിട്ട് പറഞ്ഞു, സെലുത്ത എന്താണിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്ന് ഇടണം, വല്യമ്മയുടെ കൂടെ എൻജോയ് ചെയ്യണം, അതാണ് അവർക്കിഷ്ടം. അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിനാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം ഞാനൊന്നങ്ങനെ വിചാരിച്ചു, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ താല്പര്യം, നമ്മളെ പ്രേക്ഷകർ എന്ത് പറയുന്നു അതാണ് നമ്മളെ അനുസരണം. അവർ ലൈവിൽ വരാൻ പറഞ്ഞ് മെസ്സേജ് അയക്കും, അപ്പോൾ നമ്മൾ ലൈവിൽ വരികയാണ്. അതാണ്. അങ്ങനെ ലൈവിലൊന്നും വരാത്തൊരു ഇതാണ് ഞാൻ. എനിക്ക് ലൈവിനോട് അത്ര അറ്റാച്ച്മെൻ്റ് ഇല്ലെങ്കിലും വീഡിയോയിലാണ് എനിക്കിഷ്ടം. പക്ഷേ അതാണ് കാര്യം. അപ്പം ഇന്ന് നമുക്ക് വല്യമ്മ വല്യമ്മേൻ്റെ ഫാൻസുകളും ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വല്യമ്മയുടെ ഫാൻസാണ് കൂടുതൽ. വല്യമ്മേനെ ഈ പ്രായമായ ആൾക്കാരെ ഒന്നാമത് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് കൂടുതലായിട്ട്. അപ്പം അങ്ങനെ നമ്മൾ കഴിക്കാൻ ചൂടാറിയെന്ന് നമ്മൾ ഒരു വിരലൊന്ന് ഇട്ടോക്കട്ടെ. ചൂടാവണം എന്നെങ്കിലും ഉള്ളൂ, അല്ല നമ്മൾ തൊണ്ട ഡാമേജ് ആവും. ചൂടുള്ള കഴിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം നമ്മൾ മാക്സിമം ഒരു മീഡിയം ചൂടിൽ കഴിക്കുക, കുഴപ്പമില്ല. നല്ല ആറിക്കഴിഞ്ഞാൽ പിന്നെ ഫുഡ് തണുത്ത് കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ബിസ്മില്ലായിരുന്നു കഴിച്ചു നോക്കട്ടെ കേട്ടോ. സൂപ്പർ. നമ്മൾ ഹെൽത്ത് ഓട്സാണ് മേടിക്കാൻ, ഓർലിക്സ് ഓട്സ്, അതുപോലെ ഓട്സ് ഇതവിടെ വേറെ പറഞ്ഞിട്ടും ഹെൽത്ത് ഓട്സാണ് കേട്ടോ. നിങ്ങളെ മുസാബ് കൂട്ടിയിട്ട് വരും, എന്നിട്ട് പിന്നെ ഓതാലോ. 24 മണിക്കൂർ ഓതാം, എത്ര വേണമെങ്കിലും ഓതിയിട്ട് കുഴപ്പമില്ല. ഓതുന്നവർക്ക് വീട്ടിൽ ബർക്കത്തുണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ.
ഖുർആൻ നോക്കിയിരുന്നാൽ തന്നെ കൂലിയാണ് മക്കളെ. ഇപ്പം ആർക്ക് ഖുർആൻ? ഇപ്പം സീരിയലല്ലേ മക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഉമ്മയുടെ പൈതലിന്? എൻ്റെ കുട്ടാപ്പി ഇവിടെ വന്നിട്ട് ഒരു ഓംപ്ലേറ്റ് കൊടുത്തുക്കണേ, ഒരു പൊട്ടേ, ഒരു മീനും കൊടുത്തുക്കണു. ഇനി പോരത്ര വിളിക്ക്. ഞങ്ങൾക്ക് മീൻ കച്ചവടക്കാരനെ അങ്ങോട്ട് കെട്ടിക്കാം. പൈസ എൻ്റെ അടുത്ത് വെക്കോ, അമ്മേൻ്റെ അടുക്ക്. വലിയമ്മ ടാറ്റ എടുക്കണതാ. വലിയമ്മയുടെ കൗത്തക്കര കാണുന്നുണ്ട് കഴിക്കണി. റെസിപ്പി ഡെല്ലി കൊടുക്കിട്ടോ വലിയമ്മ. വലിയമ്മ പൂച്ചക്ക് വലിയമ്മ ആട്ടുന്നതാണ് വലിയ. അങ്ങനെ 3 വസ്തുക്കളെ നമ്മൾ ആട്ടി ഓടിക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ അവരാണ് നമ്മളെ സ്വർഗത്തിൻ്റെ അത്താണി. ഞാൻ വലിയ കഥ പറയേണ്ടത് പറഞ്ഞിട്ടേ, ഒരു പൂച്ചനെ ഒരു സ്ത്രീ കെട്ടിയിട്ടു. അപ്പോൾ ഒരു സ്ത്രീ ഭക്ഷണം കൊടുത്തു. കെട്ടിയിട്ട സ്ത്രീക്ക് നരകവും തിന്നാൻ കൊടുത്ത സ്ത്രീ സ്വർഗത്തിലുമായി. എൻ്റെ പൊന്നെ, ഇവിടെ വന്നാണ് ഇമ്മയുടെ ചക്കര കുട്ടാപ്പി, ഇമ്മയുടെ ചൊത്ത് ഇവിടെ വന്നാണി. ഐ, എന്താണ് അവൻ്റെ ഒരു സ്റ്റൈല്. അങ്ങനെ കഥകൾ കേട്ടിട്ടുണ്ടോ? കെട്ടിടാനും പാടില്ല, പൂച്ചയെ ഉപദ്രവിക്കാനും പാടില്ല, മൃഗങ്ങളെ സ്നേഹിക്കുക, കൂടെ നിർത്തുക, കേട്ടോ? അതാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ നിങ്ങൾ കുടിക്കുമോ? അതൊക്കെ നിങ്ങൾക്ക് തിന്നാനുള്ളതല്ലേ. ആ കയ്യിൽ ഞാൻ കൊടുത്തില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ഓട്സ് ഇഷ്ടമല്ലാവില്ല വിചാരിച്ചിട്ട് ഞാൻ എന്നാലും എല്ലാവർക്കുള്ളത് ഉണ്ടാക്കുമല്ലോ. ഞാൻ കൂടുതലായിട്ട് ഉണ്ടാക്കും. എനിക്ക് കുറച്ചൊന്നും ഉണ്ടാക്കണ ഇഷ്ടമല്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ കിടന്ന് തർക്കനായി തകർപ്പനായിട്ട് പോവാണ് കേട്ടോ. അതിനങ്ങൾ കുടിച്ചോളി. കുടിക്കാനും ഇരിക്കാനും പൊട്ടുതാ ഓംപ്ലേറ്റ് പുളുസൈ ഇതാ വാഴക്ക, ഇതൊക്കെ നിങ്ങൾക്കുള്ളതിനല്ലേ. ആരാ ഇപ്പം ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഇതൊക്കെ തരാനുള്ളത്? ഈ പേരക്കുട്ടി ഇല്ലാതെ കഴിച്ചിലാക്കണം. ഞാൻ തിന്നില്ല ഇന്നലെ, നിങ്ങൾക്ക് തിന്നാനുള്ളത് തന്നെയാണത്. ഇതൊരു പഴമാണ്, കണ്ടാൽ തോന്നുന്നുണ്ടോ? എന്താ കടന്ന് തിരിയാൻ പാടില്ല. ഇത് കഞ്ഞി, ഇത് മീനാ, അത് കഞ്ഞി, ഇത് മീൻ. ഇപ്പം എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്? പഞ്ചസാര കഴിഞ്ഞോ? പോവാന്ന് വെച്ചാൽ പറയാൻ പറ്റൂല. മാനേജർ ഇപ്പോൾ എന്താക്കി? നിങ്ങൾക്ക് സാറുവിനെ കുട്ടി എന്താ അഭിപ്രായം? അത് പറഞ്ഞാൽ നിങ്ങൾ അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഇരിക്കുകയാണെങ്കിൽ ഒന്നും പോകുന്നില്ല. ഗ്യാസാണെങ്കിലോ എങ്ങനെ? പഴം വാട്ടിയത് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഞാനൊന്ന് കഴിച്ചോട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എക്സസൈസാണ് മാട കുട്ടിയുടെ. എന്തെങ്കിലും ചൂടടിച്ച് നോക്കണത്? ഇത് പുളിസൈയാണേ. പുളിസൈ എന്താണെന്ന് അറിയട്ടെ. നിങ്ങളെ കാലല്ലതേ, കാലം പോയി. എന്താ പാക്കുട്ടി? കൊട്ടാപ്പി ഇത് കഞ്ഞിയാണ്. കഞ്ഞി
അങ്ങനെയുണ്ട് പഴം വാട്ടിയത് സൂപ്പർ. ഇങ്ങനെ സൂപ്പർ ഇങ്ങനെ അറിയാം. അല്ല ചുണ്ടൊക്കെ നല്ല വെളുത്തിട്ടാണല്ലോ, നാവൊക്കെ നല്ല വെളുപ്പ്. അല്ല രക്തത്തിൻ്റെ ഗുളിക ഉപ്പൊക്കെ കുടിക്കണ്ടോ? പിന്നെന്താ? ഈ മുണ്ടിനോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് അല്ലേ? ഈ മാക്സ് എങ്ങനെ ആയാലും നിങ്ങളെ സെലക്ഷൻ തന്നു. നിങ്ങൾ പിന്നെ ഒട്ടും ഈ മാക്സൊക്കെ വല്യമ്മയുടെ സെലക്ഷനാണ്, ഒരു കുഴപ്പമില്ലല്ലോ, നരച്ചിട്ടില്ല. എന്നതിന് വിലയുണ്ട്. 500 റുപ്യക്ക് 2 മാക്സ് എടുത്തല്ലേ, അതാണ് വാസ്തവം. അപ്പം നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണ് പറഞ്ഞോളൂ. അഭിപ്രായം എന്ത്? നിങ്ങൾക്ക് എന്താ അതിൽ അഭിപ്രായങ്ങൾ പറയാനുണ്ട് എന്തെങ്കിലും? ഏത് അഭിപ്രായം? ഈ ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് തന്നു. ഫുഡ് തന്നു. അല്ല നിങ്ങൾ വെങ്ങാട്ട് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടായി. അത് ഇതാക്കെ. ഞങ്ങൾ വങ്ങാടത്ത് പോയി. അതുകൊണ്ട് ആ തന്ന സ്ഥാനത്ത് തന്നെ ഞാൻ ഇരുന്നിട്ടുള്ളൂ. ഞാൻ കാണണത്തിൽ പോയതാണ്. അതൊന്നും കാണാൻ ആഗ്രഹത്തിൽ കണ്ടില്ല. പിന്നെ അങ്ങോട്ടൊന്ന് കുത്തി കയറാനും വെച്ചിട്ട്, എന്നാലും വലിയ ചൂടല്ലേ ഇരുന്നു. അതുകൊണ്ട് പിന്നെ കണ്ടില്ല. ആ മുഖത്ത് പോയി ഇരുന്നു. അങ്ങോട്ട് പോരും ചെയ്തു. ഒരു പേരക്കുട്ടി പറഞ്ഞൊന്നും ഒരു സ്വീകരിച്ചിട്ടില്ല. ഒരു കൊല കണ്ട മാതിരി എടുത്തു. ഞാനും ഓള് പറഞ്ഞൊന്നും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു കണ്ട മാതിരി ഒരു എടുത്തു, ഒരു പോന്നു. ഞങ്ങൾ പോരും ചെയ്തു. അപ്പം ഞങ്ങൾ പോലെ ഉണ്ടായിട്ടുമില്ല. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, സി യു. അസ്സലാമു അലൈക്കും.